ഗ്രാഫിക്സിന്റെയും അത് നല്ല രസമുണ്ട്. കെമിസ്ട്രി പഴയ ഒരു അവരുടെ ഒരുമിച്ചുള്ള സിനിമയൊക്കെ കാണുന്നവരുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. നിവിന്റെ കംബാക്ക് ആയിട്ട് തോന്നിയോ? കംബാക്ക് അങ്ങനല്ല, ഇത് നല്ല രസമുണ്ട്. പരിപാടി നല്ല രസമുണ്ട്. കോമഡി നല്ല പഴയൊരു വൈബാണ് ഇപ്പോഴും കോമഡി. പിന്നെ സിനിമ നല്ല ഫീൽ ഗുഡാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും കാണുന്നത് പടം നല്ല മൂവി. നിവിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ഷുവർ, തീർച്ചയായിട്ടും നല്ല സിനിമ, അടിപൊളി പടം. നിവിൻ പോളിന് ശക്തമായ തിരിച്ചുവരവാണ്. നിവിൻ പോളി വരുമെന്ന് ഞാൻ പറഞ്ഞാണ്. നിവിൻ പോളിക്ക് ഇടയ്ക്ക് തൈറോയ്ഡ് പ്രോബ്ലം വന്ന് കുറച്ച് തടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കിട്ടിലാണ്. പഴയ ലാലേട്ടനെ കാണാം. 80 ലാലേട്ടൻ, സത്യന്തിക്കാട് ശ്രീനിവാസൻ ലാലേട്ടൻ പടം കാണുപോലെ കാണാം. ശ്രീനിയായിട്ട് എന്താണ് മരിച്ചുപോയി. എല്ലാം കൊണ്ട് നല്ല പടം. എല്ലാ എലമെന്റ്സും ഉണ്ട്. സത്യന്തിക്കാട് പടമുള്ള കോമഡി, ആവശ്യം റൊമാൻസ് ഉണ്ട്. ഒരു വൾഗാരിറ്റി ഇല്ല. എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ പടം. ക്രിസ്മസിന് വലിയൊരു ഹിറ്റാണ്. ഇത്രയും നന്നാവും വിചാരിച്ചില്ല. ഡയറക്ഷൻ നല്ലതാണ്, എല്ലാം നല്ലതാണ്. ശക്തമായ തെറ്റുമാണ് നിവിൻ പോളി. ശ്രീനിവാസനെയും മോഹൻലാലിനെയും കണ്ട ഫീലാണ്. ശ്രീനിവാസനെ മോഹൻലാൽ കണ്ടപോലെ ഫീലിംഗ് ആണ്. നിവിൻ പോളി, അജു വർഗീസ് ആ ടൈപ്പ് പെയറിംഗ് ആണ്. നിവിൻ പോളിക്ക് പഴയ ലാലേട്ടൻ എന്നുള്ള സിമിലാരിറ്റി ഉണ്ട്. അഖിൽ സത്യമാണ് സത്യന്തിക്കാട്. ശ്രീനിയായിട്ട് എന്താണ് മരിച്ചു പോയല്ലോ, അതിൻ്റെ ഒരു ഓർമ്മയായിട്ട് കാണുന്നതാണ്. ലാഗ് അങ്ങനെയൊന്നുമില്ല. എന്നാൽ നല്ല മെസ്സേജും ഉണ്ട്. പാരസൈക്കോളജി ഡീൽ ചെയ്യുന്നുണ്ട്. പ്രേതങ്ങളെ കുറിച്ച് ബ്രാഹ്മണിസം എത്തീസം കാണിക്കുന്നുണ്ട്. മെസ്സേജും ഉണ്ട്, എന്റർടൈനറുമാണ്. നിവിൻ പോളി തോക്കോ? നിവിൻ പോളി ശക്തമായ തിരിച്ചുവരവാണ്. നല്ല കോമഡി ഒക്കെ വർക്ക് ആവുന്നുണ്ട്. ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയാണ്. റിയാക്ഷൻ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. അടിപൊളി, എല്ലാ തിയേറ്ററിക്ക് വാച്ചാണ്. നല്ലൊരു കോംബോ ആണ്. നേരത്തെ പ്രൂവ് ചെയ്തതാണല്ലോ. ഓക്കെയാണ്. ധൈര്യമായിട്ട് കാണാം. ഫാമിലി ആയിട്ട് എന്റർടൈൻ ചെയ്യാം. അടിപൊളി പടമാണ്. കംബാക്കാണ്. ചാമിങ് നിവിൻ കംബാക്കാണ്. വളരെ നല്ല സിനിമയായിരുന്നു. ഫാമിലിക്കൊക്കെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നിവിൻ പോളിയുടെ, അജു വർഗീസിന്റെ ഒക്കെ ഒരു പഴയ കോണ്ടാക്ട്, ആ ഒരു കോംബോ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല കോമഡിയൊക്കെ അത്യാവശ്യം നല്ല കറക്റ്റ് ആവുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം ചിരിയൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ കയറിയത്? ഒന്നും പ്രതീക്ഷിക്കേണ്ട പോയതാണ്. ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ജസ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. സാറ്റിസ്ഫൈഡ് ആണ്. സത്യനന്ദിക്കാട് ഫിലിം കണ്ട ഫീലിംഗ് കിട്ടിയോ? അതുപോലെയൊക്കെ തന്നെ ലാസ്റ്റ് ഒരു നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിച്ചേക്കാം. അടിപൊളിയായിരുന്നു. പഴയൊരു നിവിൻ പോളിനെ നമുക്ക് കാണാൻ പടത്തില് അടിപൊളിയാണ്. എല്ലാരും കാണുന്നുണ്ടായിരുന്നു. സർവമായ ഒരു ഫീൽ ഗുഡ്, ഒരു കൊച്ചു പടം. നല്ല രസമായിട്ട് എന്റർടൈനറായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഫാമിലിക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാം. ഫുള്ളി എന്റർടൈനറാണ്. കുറച്ച് ഇരിക്കാനുണ്ട്, കുറച്ച് ഇമോഷൻ ഉണ്ട്. അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കൂടിച്ചേർന്ന ഒരു കൊച്ചു പടം. കൊള്ളാം, അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എടുത്തു പറയേണ്ടത്, ഫസ്റ്റ് ഹാഫിലൊക്കെ അജുവും നിവിനൊക്കെ തന്നെ ഉള്ള ഒരു കോമ്പിനേഷനൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഒട്ടും ഒരു ആവർത്തന വിരസത ഇല്ലാതെ തന്നെ നല്ല രസമായിട്ട് അവര് അതൊക്കെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി പടത്തിന്റെ ഒരു ഗ്രാഫൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ബാക്ക് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു കാസ്റ്റിംഗ് ഒക്കെയാണ്. നല്ല രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പടം. ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ പറ്റും സിനിമ കണ്ടു കഴിഞ്ഞാൽ. നല്ല മൂവിയാണ്. കാരണം നിവിൻ പോളിയിൽ നിന്ന് എങ്ങനെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സാധാരണക്കാരൻ ഇമേജിലുള്ള നിവിൻ പോളി അത് ഗംഭീരമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പിന്നെ ഇമോഷണൽ കണക്ഷൻ, പിന്നെ ഹൊറർ കോമഡിക്കകത്ത് അതിനകത്ത് എങ്ങനെ ഇമോഷൻ കൊണ്ടുവരും എന്നുള്ളതിൽ വിജയിച്ച ഒരു സിനിമയാണിത്. അങ്ങനെ പേടിക്കുന്ന ജംപ് സ്കെയറുള്ള അങ്ങനെ ഒരു ഹൊററല്ല. വളരെയധികം ഇമോഷണലി കണക്ട് ആവുന്ന ഒരുപാട് നർമ്മങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് നൊമ്പരവും സമ്മാനിക്കുന്ന ഒരു കഥാ പരിസരമാണ്. പിന്നെ അഭിനയിച്ച എല്ലാവരും അടിപൊളിയാണ്. പ്രത്യേകിച്ച് നിവിൻ അജു കോംബോ അവര് പഴയ നിന്ന് റിപ്പീറ്റേഷൻ ഒന്നും വരാത്ത രീതിയിലുള്ള പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു കോംബോ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നായികമാരായിട്ട് 2 പേരുണ്ട്. ഞാൻ കൂടുതലായി പറഞ്ഞ് റിവീൽ ചെയ്യുന്നില്ല. അവർ 2 പേരും നിവിനായിട്ടുള്ള പെർഫോമൻസും നന്നായിട്ടുണ്ട്. പിന്നെ വിനീത്, അതുപോലുള്ള കുറച്ച് സീനിയർ താരങ്ങളുണ്ട്, ജനാർദ്ദനൻ. ഇവരൊക്കെ ആ പടത്തിന് കുറച്ചുകൂടെ ഒരു ഹൈ വാല്യൂ കൊടുത്തു. മ്യൂസിക്കലിയും ഒരു സിനിമ തിയേറ്ററിനകത്ത് എൻജോയ് ചെയ്യാനുള്ള എല്ലാം ഉള്ള ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ്. എന്തായാലും ഒരു ഫെസ്റ്റിവൽ സീസണിന് ബെസ്റ്റായിട്ട് ഫാമിലിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് പടം ഇത് തന്നെയായിരിക്കുന്നുണ്ടായിരുന്നു.